ഭീകരശക്തികളുമായി കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സഖ്യമുണ്ടാക്കി എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFിൻ്റെ കൂട്ടുകെട്ടിനെ LDF മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുമ്പോൾ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുമായും PDPയുമായിട്ടും SDPIയുമായിട്ടൊക്കെ CPMനും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ബാന്ധവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഈ ഇസ്ലാമിക ഭീകരശക്തികളെ ഈ രണ്ട് കൂട്ടരും താലോലിച്ചിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി തോളോട് തോൾ ചേർത്ത് നടന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാർ വീട് കയറി പ്രചരണം നടത്തുകയാണ്. അതായത് UDFനും LDFനും വേണ്ടി വിവിധ വാർഡുകളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും ഭീകരന്മാർ ലഘുലേഖകളുമായി വീടുകൾ കയറുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ LDFനും UDFനുമായി വീടുകൾ കയറുന്നുവെന്നാണ് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്യാം പ്രസാദ് വീണ്ടും ചേരുകയാണ്. ശ്യാം, ഈ ഭീകരശക്തികളുമായിട്ടുള്ള ഈ ബാന്ധവം, അതിൽ ഒരു തരത്തിലുമുള്ള അത്ഭുതമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും UDFിൻ്റെയും ബാന്ധവത്തെ കുറ്റം പറയുമ്പോൾ നമുക്കറിയാം ശംഖുമുഖം, കടപ്പുറത്തും പൊന്നാനിയിലും ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുസ്ലിം തീവ്രവാദിയിൽ ഒരാളായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയുമായി വേദി പങ്കിട്ട വ്യക്തിയാണ് പിണറായി വിജയൻ. പല തെരഞ്ഞെടുപ്പുകളിലും PDPയുമായി CPMന് പരസ്യമായിട്ടുള്ള സഖ്യമുണ്ടായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി CPM ഭരിച്ചത് SDPIയുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരന്മാർ വീട് കയറി പ്രചരണം നടത്തുന്നുവെന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. തീർച്ചയായും ഗൗതം, ഇക്കാര്യത്തിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ എന്നാലും ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുമായി കൂട്ടുപിടിക്കുക എന്നത് LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പേരിനൊപ്പം ചേർത്തിരിക്കുന്ന ഒരു നിർണായകമായ ഒരു ഏട് കൂടിയെന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. പ്രധാനമായും ഏത് തെരഞ്ഞെടുപ്പായാലും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയാൽ പോലും അവർക്ക് അവരെ വിട്ടുകളയുക അല്ലെങ്കിൽ അസാധ്യമാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജമാഅത്ത് ഇസ്ലാമിയുടെ ബന്ധമടക്കം തള്ളിപ്പറയുമ്പോഴും പല കൂട്ടുകെട്ടും SDPI വേദി പങ്കിട്ടടക്കം ഗൗതം സൂചിപ്പിച്ചതുപോലെ SDPIയുമായി വേദി പങ്കിട്ടതടക്കമുള്ള കാര്യങ്ങളുടെ PDP അബ്ദുൽ നാസർ മദനിയുമായി ശംഖുമുഖത്ത് വലിയ തുറന്ന വേദിയിൽ തന്നെ വലിയൊരു സംഗമത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൂടിയായിരുന്നു അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴേക്കും നിലവിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസും ഒപ്പം തന്നെ PFIയുടെ നിരോധിത തീവ്രവാദ സംഘടനയായ PFIയുടെ പിന്തുണ LDFനും കിട്ടുന്നു എന്നാണ് പ്രധാനമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കൂട്ടരെല്ലാം തന്നെ ഇരു പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇരു മുന്നണികൾക്കുമായി വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും പ്രധാനമായും BJPയെ അല്ലെങ്കിൽ മാറ്റി നിർത്തുക അല്ലെങ്കിൽ BJPയെ ചിത്രത്തിലെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ലഘുലേഖകൾ അടക്കം വിതരണം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ LDFും UDFും ഒപ്പം ഈ ഒരു തീവ്രവാദ സംഘടനകളെ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായത്. അത് പല ഘട്ടത്തിലും BJP നേതാക്കൾ തുറന്നു കാണിക്കുകയും തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിക്കും കൈമാറുകയും ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും തെളിവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ രേഖകൾ കൈമാറാനുള്ള നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, BJPയുടെ ജില്ലാ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കൂട്ടുകെട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇതും കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് പലതവണ LDF അവിടെ ഇത്തരത്തിൽ തുല്യ സീറ്റുകൾ നേടിയപ്പോഴും SDPI പിന്തുണ LDFനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കായിരുന്നു നീങ്ങിയത്. അങ്ങനെ അദൃശ്യമായി കരങ്ങൾ LDFനെ തുണയ്ക്കുമ്പോഴും പരസ്യമായി മുഖ്യമന്ത്രി അവരെ തള്ളിപ്പറയുന്ന നിലപാടെടുത്തിട്ടും അദൃശ്യമായ കരങ്ങൾ SDPIയുടെ പിന്തുണ LDFന് തന്നെയായിരുന്നു അന്ന് നിലകൊള്ളുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു പത്തനംതിട്ടയിലുണ്ടായത്. അതേ പുകമറ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ പല വാർഡുകളിലും ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും എല്ലാം പിന്തുണ ഇടതു വലത് മുന്നണികൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. ഗൗതം, ശ്യാം, ഇതിൽ മറ്റൊരു സംശയം, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഭൂരിപക്ഷം സ്ഥലത്തും UDFനാണ്. അതാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും CPMനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ കോഴിക്കോട് കോർപ്പറേഷനിലുൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് അത് CPMന് അനുകൂലമായിട്ടാണോ? കാരണം ഈ ഭീകര സംഘടനകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് മുന്നണികൾക്ക് മാറി മാറി പിന്തുണ നൽകാറുണ്ട്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ SDPI ഭീകരർ കോഴിക്കോട് കോർപ്പറേഷനിൽ പിന്തുണ നൽകുന്നത് ആർക്കാണ്?
ഗൗതം, ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ UDF-നും ഒപ്പം തന്നെ PFIയുടെയും SDP-യുടെയും പിന്തുണ വരുന്നത് LDF-നുമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ ലഘുലേഖകൾ വിതരണം ചെയ്തത് LDF പ്രവർത്തകരോടൊപ്പം തന്നെയാണ്. വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണത്തിനും ഇവർ LDF പ്രവർത്തകരോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDP-യെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും ഇത്തരത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ട് LDF നേതാക്കളും ഒപ്പം തന്നെ LDF പ്രവർത്തകരും ഈ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് നേതാക്കളുമാണ് നിലവിൽ തേടിയിരിക്കുന്നത്. എന്തായാലും പരസ്യമായി മുഖ്യമന്ത്രി തള്ളിപ്പറയുമ്പോൾ പോലും പരസ്യമായി പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ ഈയൊരു ശക്തികളെ അല്ലെങ്കിൽ കൂടെ കൂട്ടുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈയൊരു പ്രവർത്തനം ഈ ഇടത് വലത് മുന്നണികൾ ഈ രണ്ട് കൂട്ടരെയും തീവ്രവാദ സംഘടനകളായ രണ്ട് ഭീകര സംഘടനകളുടെയും ഈ കൂട്ടരെയും പ്രവർത്തകരെയും അണിനിരത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് പോലും പ്രധാനപ്പെട്ട തെളിവായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഗൗതം. യെസ്, ഓക്കെ ശ്യാം, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് ഈ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ PDP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾ ഈ രണ്ട് മുന്നണികളുമായും നടത്തുന്ന തെരഞ്ഞെടുപ്പ് സഖ്യമാണ്. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അത്ഭുതമോ പുതിയ സംഭവമല്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ ഭീകരശക്തികളുടെ വോട്ട് മേടിക്കുന്ന ശൈലി കേരളത്തിൽ UDF-നും LDF-നും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് എന്ന വലിയ തോതിലുള്ള പ്രചരണം മറുഭാഗത്ത് നടത്തുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലും മറ്റും SDP-യുടെ ഭീകരർ പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ വീടുകൾ കയറിയിറങ്ങി ഈ മുന്നണികൾക്കായി പ്രചരണം നടത്തുന്നുവെന്നാണ് ശ്യാമപ്രസാദ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.